നമസ്കാരം. മാത്സിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഞാൻ ഹരികൃഷ്ണൻ ജി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 അതായത് സ്റ്റേറ്റ് സിലബസ് അല്ലെങ്കിൽ CBSE ഏതൊരു വിദ്യാർത്ഥിക്കും ഉപകാരപ്രദമായ ഒരു ചാപ്റ്ററാണ്. അതായത് +2 ഫിസിക്സിലെ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ്. +2 ഫിസിക്സിന്റെ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്റർ തുടങ്ങുന്നതിന് മുമ്പ് ആ ഒരു ചാപ്റ്ററിന്റെ പേര് തന്നെ ശ്രദ്ധിച്ചറിയാം, ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ്. അതായത് നമ്മൾ ഈ ഒരു +2 അധ്യായം തുടങ്ങുന്നത് തന്നെ ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു 1, 2, 3 ചാപ്റ്റേഴ്സ് റിലേറ്റ് ചെയ്താണ് ഈ ഒരു +2 ലൈഫ് തുടങ്ങുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ ആദ്യം കൊണ്ടുവന്നതാണ് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ ഇലക്ട്രിക് ചാർജ്, അതിനുശേഷം മാഗ്നറ്റിക് ഫീൽഡ്. അങ്ങനെ ഒരു ലൈനിലാണ് നമ്മൾ ഈ ഒരു സിലബസ് മൊത്തം പോകുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആദ്യം നമ്മൾ ഇലക്ട്രിസിറ്റിയുടെ കാര്യം നോക്കുമ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന മെയിൻ ടോപ്പിക്കാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്. എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്? ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്ന ആ ഒരു ടേം കേൾക്കുമ്പോൾ അതിനകത്തെ രണ്ടാമത്തെ ടേം കണ്ടോ, ഇലക്ട്രോസ്റ്റാറ്റിക്സ്. നമ്മുടെ ഈ ഒരു നമ്മൾ എന്ത് ഫിസിക്സിന്റെ അല്ലെങ്കിൽ ഒരു മോഷന്റെ എന്ത് നമ്മൾ പഠിച്ചാലും അതിൽ ഡിഫൈൻ ചെയ്യുന്ന രണ്ട് ടേംസ് ആണ്, ഒന്ന് സ്റ്റാറ്റിക് അല്ലെങ്കിൽ രണ്ടാമത്തത് ഡൈനാമിക്. ഈ എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് ഓൾറെഡി നിങ്ങൾക്ക് അറിയാമായിരിക്കും. എന്താണ് സ്റ്റാറ്റിക്? ഒരു സ്ഥലത്ത് നിശ്ചലമായി നിൽക്കുന്നത്, അതായത് ചലിക്കാത്തത്, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് തന്നെയാണ് ഫിക്സ് ചെയ്ത് വെച്ചേക്കുന്നത്. ആ ഒരു ഐഡിയ ആണ് ഈ സ്റ്റാറ്റിക് എന്ന് പറയുന്ന ടേം കൊണ്ടുവരുന്നത്. രണ്ടാമത്തെ ടേം ആണ് ഡൈനാമിക്. ഡൈനാമിക് എന്ന് പറയുന്ന ടേമിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ചലനം അല്ലെങ്കിൽ മൂവ്മെന്റ് ഉള്ള എന്തിനെ പറ്റിയെങ്കിലും പഠിക്കുമ്പോഴാണ് ഡൈനാമിക് എന്ന് പറയുന്ന ടേം നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്? സ്റ്റാറ്റിക് എന്ന് പറയുന്ന ടേമാണ്, അതായത് നിശ്ചലമായി നിൽക്കുന്നത്. അങ്ങനെ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിശ്ചലമായി നിൽക്കുന്ന ഇലക്ട്രോൺസ് അല്ലെങ്കിൽ നിശ്ചലമായി നിൽക്കുന്ന എന്തോ ഇലക്ട്രിസിറ്റിയെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ടോപ്പിക്കാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്. അതിന്റെ ടൈം അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ടോപ്പിക്കാണ് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സിൽ വരുന്നത്. അതായത് ഇലക്ട്രിക് ഫീൽഡ്, ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ഇലക്ട്രിക് ചാർജസിന്റെ മോഷൻ, ഇതുമൂലം സംഭവിക്കുന്ന കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ എന്തായാലും ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ആദ്യമായിട്ട് വരുന്ന ടോപ്പിക്കാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്താണെന്നുള്ളത്. ആദ്യമായിട്ട് വരുന്ന ടോപ്പിക്കാണ് എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്നുള്ളത്. അതായത് ഫിസിക്സിന്റെ ഒരു ശാസ്ത്രശാഖയാണ്. അതായത് നമ്മുടെ നിശ്ചലമായി നിൽക്കുന്ന ചാർജസ് മൂലം ഉണ്ടാവുന്ന പ്രോപ്പർട്ടീസിനെ പറ്റി പഠിക്കുന്ന, നിശ്ചലമായി നിൽക്കുന്ന ചാർജസ് മൂലം ഉണ്ടാവുന്ന പ്രോപ്പർട്ടീസിനെ പറ്റി പഠിക്കുന്ന ഒരു ശാസ്ത്രശാഖ, ഒരു സയൻസ് ബാച്ച് ആണ് അല്ലെങ്കിൽ ബ്രാഞ്ച് ആണ് എന്ത് ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത്. അതായത് സ്റ്റാറ്റിക് ആയിട്ടുള്ള ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡുകളെ പറ്റി പഠിക്കുന്ന, കൂടുതൽ ഡിസ്കസ് ചെയ്യുന്ന ഒരു ശാസ്ത്രശാഖയാണ് എന്ത് ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത്. അതിലേക്ക് ആദ്യം വരുമ്പോൾ നമ്മൾ മെത്തേഡ്സ് ഓഫ് ചാർജിങ് ആണ് ആദ്യം നോക്കുന്നത്. മെത്തേഡ്സ് ഓഫ് ചാർജിങ്, എങ്ങനെയൊക്കെ നമുക്ക് ഈ ചാർജ് ഒരു ബോഡിയിൽ ഇൻഡ്യൂസ് ചെയ്യാൻ പറ്റും. ചുമ്മാതെ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ആറ്റം അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഭൂമിയിലെ ഏത് വസ്തുവും ഉണ്ടാക്കി വെക്കുന്ന ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് ആറ്റമാണ്. അതായത് ഏതൊരു വസ്തു എടുത്താലും അതിലെ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് ആറ്റമാണ്. ആ ആറ്റത്തിനകത്ത് നമുക്ക് പുറത്തു കൊണ്ടുവരാൻ ഈസി ആയിട്ടുള്ള ഒരു ഘടകമുണ്ട്, അതാണ് ഇലക്ട്രോൺസ്. കെമിസ്ട്രി കൂടുതലായിട്ട് പഠിച്ചവർക്കും ഫിസിക്സിന്റെ മറ്റേ ആറ്റം എന്ന് പറഞ്ഞ ന്യൂക്ലിയർ ടോപ്പിക്സ് ഒക്കെ അറിയാവുന്നവർക്കും ഈ ഒരു കാര്യം അറിയാവുന്നതായിരിക്കും. ഒരു ആറ്റത്തിനകത്ത് അതിനകത്ത് ഏറ്റവും ബേസിക്, അതായത് ഏറ്റവും നടുക്കുള്ള ന്യൂക്ലിയസ് കഴിഞ്ഞ് അതിന്റെ ഓർബിറ്റ്സിൽ റൊട്ടേറ്റ് ചെയ്യുന്ന സാധനമാണ് ഇലക്ട്രോൺസ്. ഈ ഇലക്ട്രോൺസ് ആണ് യഥാർത്ഥത്തിൽ ഇലക്ട്രിസിറ്റിയുടെ ബേസിക് യൂണിറ്റ്സ് എന്ന് പറയുന്നത്. അതായത് ഇലക്ട്രോൺസിന്റെ മോഷൻ ആണ് ഇലക്ട്രിസിറ്റി യഥാർത്ഥത്തിൽ കൊണ്ടുവരുന്നത്. ഇലക്ട്രോൺസ് ഒരു സൈഡിൽ നിന്നും മറ്റൊരു വശത്തേക്ക് മൂവ് ചെയ്യുമ്പോഴാണ് ഇലക്ട്രിസിറ്റി ആയിട്ട് മാറുന്നത്. അപ്പോൾ ഇലക്ട്രോൺസിന്റെ ജനറേഷൻ ആണ് ആക്ച്വലി മെത്തേഡ്സ് ഓഫ് ചാർജിങ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. അതായത് ചാർജ് ജനറേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ഇലക്ട്രോൺസിനെ കൊണ്ടുവരണം. ഈ ഇലക്ട്രോൺസിന്റെ പ്രസൻസ് ആണ് യഥാർത്ഥത്തിൽ ഈ ഒരു ചാർജിങ്ങിലേക്ക് മൂവ് ചെയ്യുന്നത്. എങ്ങനെയൊക്കെ നമുക്ക് ഈ മെത്തേഡ്സ് ഓഫ് ചാർജ്, എങ്ങനെയൊക്കെ നമുക്കൊരു ബോഡിയെ ചാർജ് ചെയ്യാം, അതിനുള്ള 3 മെത്തേഡ്സ് ആണ് ഇത് മൂന്നും. അതായത് റബ്ബിംഗ്, കണ്ടക്ഷൻ, ഇൻഡക്ഷൻ. റബ്ബിങ്ങിലൂടെയും കണ്ടക്ഷനിലൂടെയും ഇൻഡക്ഷനിലൂടെയും നമുക്ക് ഒരു ബോഡിയെ ചാർജ് ചെയ്യാം. റബ്ബിങ്ങിലൂടെ മെയിൻ ആയിട്ട് ചാർജ് ചെയ്യുന്നത് ഇൻസുലേറ്റേഴ്സ് ആണ്. എന്താണ് ഇൻസുലേറ്റേഴ്സ്? ഇൻസുലേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ കറണ്ട് കടത്തി വിടാത്ത സബ്സ്റ്റൻസുകളാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഇൻസുലേറ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. കറണ്ട് കടത്തി വിടത്തില്ല എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു ഇൻസുലേറ്റർ എടുത്തു കഴിഞ്ഞാൽ അത് അതിന്റെ ഒരു എൻഡിൽ നിന്നും മറ്റൊരു എൻഡിലേക്ക് കറണ്ടിനെ കടത്തി വിടത്തില്ല. അപ്പൊ എങ്ങനെയാണ് ഈ റബ്ബിംഗ് മൂലം ഇൻസുലേറ്റർ ചാർജ് ആവുന്നത്? അതാണ് ഇവിടെ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്ന ടേമിന്റെ ഇമ്പോർട്ടൻസ്. അതായത് ഇവിടെ എവിടെയെങ്കിലും ഒരു ചാർജ് ജനറേറ്റ് ആയി കഴിഞ്ഞാൽ അത് ആ പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലേക്ക് മൂവ് ചെയ്യില്ല. ഇൻസുലേറ്റേഴ്സിന്റെ ഒരു പോയിന്റിൽ ജസ്റ്റ് ചാർജ് ക്രിയേറ്റ് ആവത്തേ ഉള്ളൂ. അതായത് ഒരു ചാർജ് അവിടെ ജസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ആയി നിൽക്കും. അങ്ങനെ ആ ചാർജ് ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യില്ല. അങ്ങനെ ടേം ആണ് സ്റ്റാറ്റിക്സ്, ഇലക്ട്രോസ്റ്റാറ്റിക്സ്. അതുവഴി നമ്മൾ ചാർജ് ചെയ്യുന്ന മെത്തേഡ്സ് ഓഫ് ചാർജിങ് ഫസ്റ്റ് ചാർജ് ചെയ്യുന്ന സാധനമാണ് എന്താണ്? ഇൻസുലേറ്റർ ചാർജ് ചെയ്യുന്നത് എപ്പോഴും എന്താണ്? റബ്ബിംഗ് മൂലമായിരിക്കും. എങ്ങനെയാണ് റബ്ബിംഗ് മൂലം ഇൻസുലേറ്റർ ചാർജ് ആവുന്നത് എന്നുള്ളത് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാവുന്നതാണ്.
ഇനി അടുത്ത രണ്ട് മെത്തേഡ്സ് ആണ് കണ്ടക്ഷനും ഇൻഡക്ഷനും. കണ്ടക്ഷനും ഇൻഡക്ഷനും മൂലമാണ് നമ്മൾ അടുത്ത ഒരു കാറ്റഗറിയായ കണ്ടക്ടേഴ്സിനെ ചാർജ് ചെയ്യുന്നത്. അതായത് കണ്ടക്ഷനും ഇൻഡക്ഷനും മൂലമാണ് നമ്മൾ അടുത്ത കാറ്റഗറിയായ കണ്ടക്ടേഴ്സിനെ ചാർജ് ചെയ്യുന്നത്. കണ്ടക്ടേഴ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു സൈഡിൽ ചാർജ് ആയി കഴിഞ്ഞാലും അത് ആ ചാർജിനെ മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യിക്കും, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യിക്കും. അത് കറണ്ട് ക്യാരി ചെയ്യും. അതിനെ ഉണ്ടാവുന്ന ജനറേറ്റ് ചെയ്യുന്ന പോയിന്റിൽ നിന്നും അത് കറണ്ടിനെ മറ്റൊരു സ്ഥലത്തേക്ക് ക്യാരി ചെയ്യിക്കാറുണ്ട്. അതുകൊണ്ടാണ് അതിനെ കണ്ടക്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പൊ കണ്ടക്ടേഴ്സിനെ ജനറലി ചാർജ് ചെയ്യുന്ന രണ്ട് മെത്തേഡാണ് കണ്ടക്ഷനും ഇൻഡക്ഷനും. എന്നാൽ ഇൻസുലേറ്ററിനകത്ത് നമ്മൾ മെത്തേഡ് എങ്ങനെയാണോ കറണ്ട് ചാർജ് ജനറേറ്റ് ചെയ്യുന്നത് അതിന് ഉപയോഗിക്കുന്ന മെത്തേഡാണ് റബ്ബിംഗ്. റബ്ബിങ്ങിലൂടെ നമുക്ക് ജസ്റ്റ് ചാർജ് ജനറേറ്റ് ആയി ഒരു പോയിന്റിൽ തന്നെ അത് നിൽക്കും. ഇനി ഇതുമൂലം ഇതിന്റെയൊക്കെ ഇമ്പോർട്ടൻസ് വരുന്നത് എങ്ങനെയാണ് ഈ റബ്ബിങ്ങിലൂടെ ഈ ഇൻസുലേറ്റർ അല്ലെങ്കിൽ ഈ ഒരു റബ്ബിങ്ങിലൂടെ എങ്ങനെയാണ് ഇൻസുലേറ്റർ ചാർജ് ആവുന്നത് അതിനെ പറ്റിയൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതായത് നമ്മൾ ഡെയിലി ലൈഫിൽ ചെയ്ത് നോക്കാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ ഡെയിലി ലൈഫിൽ ചെയ്ത് നോക്കുന്ന ഈ ഒരു കുറച്ച് കാര്യങ്ങൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ചാർജിങ് ഉണ്ടാവുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് നേരിട്ട് തന്നെ അറിയാൻ പറ്റും. അതായത് നമ്മൾ ഈ ഉണങ്ങിയ തലമുടിയിൽ നമ്മൾ ചീപ്പ് വെച്ച് നന്നായിട്ട് ഉരയ്ക്കണം. അതായത് ഉണങ്ങിയ തലമുടിയിൽ വേണം ചീപ്പ് വെച്ച് നന്നായിട്ട് ഉരയ്ക്കാൻ. അങ്ങനെ ഉരച്ചു കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് പേപ്പർ തുണ്ടുകൾ എടുത്തിട്ട് ആ പേപ്പർ തുണ്ടുകളിലേക്ക് നമ്മൾ ഈ ഒരു ചീപ്പ് കാണിച്ചു കഴിഞ്ഞാൽ ഈ പേപ്പർ തുണ്ടുകൾ ഈ ഒരു ചീപ്പിലേക്ക് അട്രാക്ട് ചെയ്യും. ഈ ഒരു പേപ്പർ തുണ്ടുകൾ ഈ ഒരു ചീപ്പിലേക്ക് അട്രാക്ട് ചെയ്യും. എന്തുകൊണ്ടാണ് ഉണങ്ങിയ തലമുടി തന്നെ എടുക്കണമെന്ന് പറഞ്ഞതിന് ഇമ്പോർട്ടൻസ് മനസ്സിലായല്ലോ. കാരണം നനഞ്ഞ തലമുടിയാണെങ്കിൽ ഇതല്ലാതെ തന്നെ ഒട്ടും. അപ്പം ജസ്റ്റ് ഈ ഒരു ഉണങ്ങിയ തലമുടിയാണ് കാണിക്കുന്നതെങ്കിൽ ആ ഒരു അട്രാക്ഷൻ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് മനസ്സിലാവും. അപ്പൊ അവിടെയാണ്, അതായത് നമ്മൾ രണ്ട് പാർട്ടിക്കിൾസ് റബ്ബ് ചെയ്തപ്പോൾ, അതായത് രണ്ട് പാർട്ടിക്കിൾസ് നമ്മുടെ ഡ്രൈ ഹെയറും നമ്മുടെ കോമ്പും കൂടെ റബ്ബ് ചെയ്തപ്പോൾ എന്തോ ഒരു സംഭവം അവിടെ നടന്നു. അവിടെയാണ് ചാർജിങ് ആയി എന്ന് നമ്മൾ പറയുന്നത്. അങ്ങനെ ചാർജിങ്, അപ്പൊ റബ്ബിങ്ങിലൂടെ നമുക്ക് ഇൻസുലേറ്ററിനെ ചാർജ് ചെയ്യാം. എന്താണ് ഇൻസുലേറ്റർ? നമ്മൾ ഉപയോഗിച്ച കോമ്പ് ഒരു ഇൻസുലേറ്റർ ആണ്, തലമുടി ചീപ്പ് ഒരു ഇൻസുലേറ്റർ ആണ്. അതുകൊണ്ട് തന്നെ അത് ചാർജ് ആയതുകൊണ്ടാണ് നമ്മുടെ പേപ്പർ ബിറ്റ്സ് ആ കോമ്പിലേക്ക് അട്രാക്ട് ചെയ്തത്. ആ പേപ്പർ ബിറ്റ്സ് ആ കോമ്പിലേക്ക് അട്രാക്ട് ചെയ്തത്. അങ്ങനെയുള്ള കുറെ എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. എങ്ങനെയാണ്, ഏതൊക്കെ രീതിയിലാണ് ഈ റബ്ബിങ്ങിലൂടെ ഇൻസുലേറ്ററുകൾ ചാർജ് ആവുന്നത്? അതായത് ഗ്ലാസ് സിൽക്കുമായിട്ട് റബ്ബ് ചെയ്യുമ്പോൾ ചാർജ് ആവാറുണ്ട്. ഊള് പ്ലാസ്റ്റിക്കുമായിട്ട് റബ്ബ് ചെയ്യുമ്പോൾ ചാർജ് ആവാറുണ്ട്. എബണൈറ്റ് പോളിത്തീനുമായിട്ട് റബ്ബ് ചെയ്താൽ ചാർജ് ആവാറുണ്ട്. അതുപോലെ തന്നെ ഡ്രൈ ഹെയർ, നമ്മളിപ്പോ പറഞ്ഞ എക്സാമ്പിൾ ഡ്രൈ ഹെയർ കോമ്പുമായിട്ട് റബ്ബ് ചെയ്താൽ ചാർജ് ആവാറുണ്ട്. അങ്ങനെ എന്തുകൊണ്ടാണ് ഇതൊക്കെ ചാർജ് ആവും? ഇങ്ങനെ ചാർജിങ് നടക്കുന്നുണ്ട്, അതുകൊണ്ടാണ് അട്രാക്ഷൻ നടക്കുന്നത്. ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തതയില്ല. എന്താണ് ഈ ചാർജിങ് നടന്നത്? എങ്ങനെയാണ് ഈ ചാർജിങ് നടന്നത്? ഹൗ ഡസ് എ ബോഡി ഗെറ്റ്സ് ചാർജ്? എങ്ങനെയാണ് ഈ ബോഡി ചാർജ് ആയത്? അവിടെയാണ് നമ്മുടെ ഇമ്പോർട്ടൻസ്. ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ്. ഇലക്ട്രോൺസിന്റെ ട്രാൻസ്ഫർ മൂലമാണ് ഈ ഒരു ചാർജിങ് പോസിബിൾ ആയത്. ഇലക്ട്രോൺസിന്റെ ട്രാൻസ്ഫർ മൂലമാണ് ഈ ഒരു ചാർജിങ് പോസിബിൾ ആയത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് ഇപ്പൊ നമ്മുടെ ഒരു കോമ്പ്, നമ്മുടെ ഒരു ഡ്രൈ ഹെയർ, അല്ലെങ്കിൽ നമുക്ക് എക്സാമ്പിൾ എടുക്കാനാണെങ്കിൽ നമ്മുടെ ഒരു ഗ്ലാസ് പീസ്, ഇതൊരു ഗ്ലാസ് പീസ് ആണ്. ഈ ഒരു ഗ്ലാസ് പീസ് നമ്മുടെ സിൽക്ക് ക്ലോത്തുമായിട്ട് നമ്മൾ ഈ ഗ്ലാസ് പീസിനെ റബ്ബ് ചെയ്യിക്കുകയാണ്. ആ സമയത്ത് ഗ്ലാസിന് കിട്ടുന്ന ചാർജ്, ഈ ഒരു കോളത്തിൽ എഴുതിയിരിക്കുന്ന ഏത് പാർട്ടിക്കിളിലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ കോളത്തിൽ എഴുതിയിരിക്കുന്ന പാർട്ടിക്കിളുമായിട്ട് റബ്ബ് ചെയ്യുമ്പോൾ കിട്ടുന്ന ചാർജ് എന്ന് പറയുന്നത് ഈ കോളത്തിന് ഫുള്ളും പോസിറ്റീവ് ചാർജും ഈ കോളത്തിലെ പാർട്ടിക്കിൾസിന് ഫുള്ളും നെഗറ്റീവ് ചാർജുമായിരിക്കും കിട്ടുന്നത്. അതായത് ഗ്ലാസ് സിൽക്കുമായിട്ട് റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്ലാസിന് കിട്ടുന്നത് പോസിറ്റീവ് ചാർജും സിൽക്കിന് കിട്ടുന്നത് നെഗറ്റീവ് ചാർജുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ വരച്ച എക്സാമ്പിളിൽ ഗ്ലാസിന് കിട്ടുന്നത് പോസിറ്റീവ് ചാർജും സിൽക്കിന് കിട്ടുന്നത് നെഗറ്റീവ് ചാർജുമായിരിക്കും. എന്തുകൊണ്ടാണ് സിൽക്കിന് നെഗറ്റീവ് ചാർജും ഗ്ലാസിന് പോസിറ്റീവ് ചാർജും കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സിൽക്കിലേക്ക് ഗ്ലാസിൽ നിന്നും ഇലക്ട്രോൺസ് മൂവ് ചെയ്തു. അതായത് സിൽക്കിൽ നിന്നും ഗ്ലാസിൽ നിന്നും നമ്മുടെ സിൽക്കിലേക്ക് ഇലക്ട്രോൺസ് മൂവ് ചെയ്തു. ഗ്ലാസിൽ നിന്നും സിൽക്കിലേക്ക് ഇലക്ട്രോൺസ് മൂവ് ചെയ്തതിന്റെ ഫലമായിട്ടാണ് ഇലക്ട്രോൺസ് ഗെയിൻ ചെയ്ത സിൽക്ക് നെഗറ്റീവ് ചാർജ് ആയത്. ഇലക്ട്രോൺസ് ഗെയിൻ ചെയ്ത സിൽക്ക് നെഗറ്റീവ് ചാർജും ഇലക്ട്രോൺസ് ലോസ് ആയ ഗ്ലാസ് പോസിറ്റീവ് ചാർജുമായി. ഇലക്ട്രോൺസ് ഗെയിൻ ചെയ്ത സിൽക്ക് നെഗറ്റീവ് ചാർജും ഇലക്ട്രോൺസ് ലോസ് ചെയ്ത ഗ്ലാസ് പോസിറ്റീവ് ചാർജുമായി. എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസിന്റെ ചാർജ് എന്താണെന്ന് നമുക്ക് അറിയാം. എന്താണ് ഇലക്ട്രോൺസിന്റെ ചാർജ്? ഇലക്ട്രോൺസിന്റെ ചാർജ് നെഗറ്റീവ് ആണ്. അപ്പൊ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺസ് ഗെയിൻ ചെയ്തു. അപ്പൊ ആരുടെ അളവ് കൂടി? ഇലക്ട്രോൺസിന്റെ അളവ് കൂടി അവിടെ സിൽക്കില്. അതുകൊണ്ട് തന്നെയാണ് സിൽക്കിന് നെഗറ്റീവ് ചാർജ് ആയത്. നെഗറ്റീവ് ചാർജ് ഇതിൽ നിന്നും പോയി, അതായത് ഇലക്ട്രോൺസ് ഗ്ലാസിൽ നിന്നും പോയി. അതിന്റെ ഫലമായിട്ടാണ് ഗ്ലാസിന് എന്ത് ചാർജ് കിട്ടിയത്? പോസിറ്റീവ് ചാർജ് കിട്ടിയത്. ഇങ്ങനെ പോസിറ്റീവ് ചാർജ് കിട്ടിയ
ഇങ്ങനെ ഗ്ലാസും നമ്മുടെ സിൽക്കും കൂടെ റബ്ബ് ചെയ്തപ്പോൾ ഗ്ലാസിന് പോസിറ്റീവ് ചാർജ് കിട്ടി, സിൽക്കിന് നെഗറ്റീവ് ചാർജ് കിട്ടി. ഇതുപോലെയാണ് വൂളിന് പോസിറ്റീവ് ചാർജ് കിട്ടുന്നത് എപ്പോൾ പ്ലാസ്റ്റിക്കുമായിട്ട് റബ്ബ് ചെയ്യുമ്പോൾ. സിമിലർലി എബണൈറ്റിന് പോസിറ്റീവ് ചാർജ് കിട്ടും പോളിത്തീനുമായിട്ട് നമ്മൾ റബ്ബ് ചെയ്യുമ്പോൾ. ഇങ്ങനെ ചാർജ് കിട്ടിയ പാർട്ടിക്കിൾസ് ചാർജ് ഇല്ലാത്ത പാർട്ടിക്കിൾസിനെ അട്രാക്ട് ചെയ്യും, ചാർജ് കിട്ടിയ പാർട്ടിക്കിൾസ് അതിന്റെ ഓപ്പോസിറ്റ് ചാർജ് ഉള്ള പാർട്ടിക്കിൾസിനെ അട്രാക്ട് ചെയ്യും. അതായത് പോസിറ്റീവ് ചാർജ് കിട്ടിയ ഒരു പാർട്ടിക്കിൾ ചാർജ് ഇല്ലാത്ത ഒരു പാർട്ടിക്കിളിനെ അട്രാക്ട് ചെയ്യും, നെഗറ്റീവ് ചാർജ് കിട്ടിയ ഒരു പാർട്ടിക്കിൾ ചാർജ് ഇല്ലാത്ത ഒരു പാർട്ടിക്കിളിനെ അട്രാക്ട് ചെയ്യും. അതുപോലെ തന്നെ പോസിറ്റീവ് ചാർജ് കിട്ടിയ ഒരു പാർട്ടിക്കിൾ ആ നെഗറ്റീവ് ചാർജ് കിട്ടിയ പാർട്ടിക്കിളിനെ അട്രാക്ട് ചെയ്യും, നെഗറ്റീവ് ചാർജ് കിട്ടിയ പാർട്ടിക്കിൾ പോസിറ്റീവ് ചാർജ് കിട്ടിയ പാർട്ടിക്കിളിനെ അട്രാക്ട് ചെയ്യും. അതേപോലെ തന്നെ നെഗറ്റീവ് ചാർജ് കിട്ടിയ ഒരു പാർട്ടിക്കിൾ നെഗറ്റീവ് ചാർജ് കിട്ടിയ പാർട്ടിക്കിളിനെ ഒപ്പോസ് ചെയ്യും, പോസിറ്റീവ് ചാർജ് കിട്ടിയ പാർട്ടിക്കിൾ പോസിറ്റീവ് ചാർജ് കിട്ടിയ ഒരു പാർട്ടിക്കിളിനെ ഒപ്പോസ് ചെയ്യും. അതായത് സിമിലർ ചാർജസ് റിപ്പൽ ചെയ്യുകയും ഓപ്പോസിറ്റ് ചാർജസ് അട്രാക്ട് ചെയ്യുകയും ചെയ്യും. ജനറലി എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. സിമിലർ ആയിട്ടുള്ള കാര്യങ്ങൾ ഒപ്പോസ് ചെയ്യുകയും ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അട്രാക്ട് ചെയ്യുകയും ചെയ്യും. അത് തന്നെയാണ് ഇവിടെ ചാർജസിന്റെ കാര്യത്തിലും സംഭവിച്ചതേ ഉള്ളൂ. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ എങ്ങനെയാണ് ചാർജിങ് ഒക്വർ ആയതെന്ന് ഓൾറെഡി നമ്മൾ കേട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണ് രണ്ട് പാർട്ടിക്കിൾസ് റബ്ബ് ചെയ്യുമ്പോൾ ഒരു പാർട്ടിക്കിളിൽ നിന്നും ഇലക്ട്രോൺസ് മറ്റേ പാർട്ടിക്കിളിലേക്ക് മൂവ് ചെയ്യും. അതിന്റെ ഫലമായിട്ട് ആ ഇലക്ട്രോൺസ് ലോസ് ചെയ്ത പാർട്ടിക്കിളിന് പോസിറ്റീവ് ചാർജും ഇലക്ട്രോൺസ് ഗെയിൻ ചെയ്ത പാർട്ടിക്കിളിന് നെഗറ്റീവ് ചാർജും കിട്ടുന്നു. അതിന്റെ ഫലമായിട്ടാണ് ചാർജ് ജനറേറ്റ് ആവുന്നത്. അപ്പൊ നമ്മൾ ഒരു ടോപ്പിക് കഴിഞ്ഞിട്ട് മെത്തേഡ്സ് ഓഫ് ചാർജിങ്ങില് ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി, എങ്ങനെയാണ് ഫ്രിക്ഷൻ മൂലം ഇലക്ട്രിസിറ്റി ജനറേറ്റ് ആവുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇതിനകത്ത് ഈ ഒരു ഡ്രൈ ഹെയർ കോംബ് എക്സാമ്പിൾ പെട്ടെന്ന് ചെയ്ത് നോക്കി ഇത് റിയൽ ലൈഫ് ഇൻസിഡന്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പൊ ഇപ്പൊ നമുക്ക് ഇൻസിഡന്റ് കിട്ടി, എന്തോ ചാർജ് ആയി കിട്ടി. എങ്ങനെയാണ് ഈ ബോഡി ചാർജ് ആയത്? ഇലക്ട്രോൺസ് ഒരു ബോഡിയിൽ നിന്ന് മറ്റൊരു ബോഡിയിലേക്ക് ട്രാൻസ്ഫർ ആയപ്പോ. ഇനി നമ്മൾ ചാർജിന്റെ കാര്യം പറഞ്ഞു, ഇലക്ട്രോൺസ് ഒരു ബോഡിയിൽ നിന്ന് മറ്റൊരു ബോഡിയിലേക്ക് പോയി, അപ്പം പോയ ബോഡിക്ക് പോസിറ്റീവും ഇലക്ട്രോൺസ് ഗെയിൻ ചെയ്ത ബോഡിക്ക് നെഗറ്റീവ് ചാർജും ഒക്കെ കിട്ടിയെന്ന് പറഞ്ഞു. ഇത് ആ ബോഡിയുടെ ഭാരം അല്ലെങ്കിൽ മാസിന്, ഈ ബോഡിയുടെ മാസിന് എന്തെങ്കിലും ചേഞ്ച് സംഭവിച്ചിട്ടുണ്ടോ, ഈ ബോഡിയുടെ മാസിന് എന്തെങ്കിലും ചേഞ്ച് സംഭവിച്ചിട്ടുണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത്. എങ്ങനെ മാസിന് ചേഞ്ച് സംഭവിക്കുമോ? അതായത് ഇലക്ട്രോൺസ് ഒരു ബോഡിക്ക് ഗെയിൻ ആയി, ഇലക്ട്രോൺസ് മറ്റൊരു ബോഡിക്ക് ലോസ് ആയി, അത് ആ രണ്ട് ബോഡികളുടെയും മാസിന് ചേഞ്ച് ഉണ്ടാക്കുമോ? ചേഞ്ച് ഉണ്ടാക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ലോസ് ആയ പാർട്ടിക്കിൾ ഏതാണ് ആദ്യം നോക്കണം. ഏത് പാർട്ടിക്കിൾ ആണ് ഒരു ബോഡിക്ക് ലോസ് ആയത്? ഇലക്ട്രോൺസ്. അപ്പൊ ഇലക്ട്രോൺസിന് എന്തെങ്കിലും മാസ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഇലക്ട്രോൺസ് ലോസ് ആയ ബോഡിക്ക് മാസ് കുറയും. ഇലക്ട്രോൺസിന് എന്തെങ്കിലും ഒരു മാസ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ഇലക്ട്രോൺസ് ഗെയിൻ ചെയ്ത ബോഡിക്ക് മാസ് കൂടും. അപ്പോൾ മാസ് ഓഫ് ദ ഇലക്ട്രോൺ ആണ്. അപ്പൊ മാസ് ഓഫ് ദ ഇലക്ട്രോൺ എത്രയാണ് നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. മാസ് ഓഫ് ദ ഇലക്ട്രോൺ എന്ന് പറയുന്നത് 9.1 × 10⁻31 കിലോഗ്രാം ആണ്. മാസ് ഓഫ് ദ ഇലക്ട്രോൺ എന്ന് പറയുന്നത് 9.1 × 10⁻31 കിലോഗ്രാം ആണ്. അപ്പൊ ഏത് ബോഡിക്കാണോ ഇലക്ട്രോൺ ലോസ് ആയത് അതിന് 9.1 × 10⁻31 കിലോഗ്രാം നഷ്ടപ്പെടും. ഏത് ബോഡിക്കാണോ ഇലക്ട്രോൺസ് ഗെയിൻ ആയത് അതിന് ഇത്രയും എമൗണ്ട് ഓഫ് മാസ് ഗെയിൻ ആവും, അതായത് അതിന്റെ മാസ് കൂടും. ഇത്രയും എമൗണ്ട് ഓഫ് മാസ് പറഞ്ഞത് ഒരേ ഇലക്ട്രോൺ ആണ്. അങ്ങനെ n ഇലക്ട്രോൺസ് നഷ്ടമാവുന്നുണ്ടെങ്കിൽ, n നമ്പർ ഓഫ് ഇലക്ട്രോൺസ് നഷ്ടമാവുന്നുണ്ടെങ്കിൽ n × 9.1 × 10⁻31 കിലോഗ്രാം ആണ് നഷ്ടമാവുന്നത് ഒരു ബോഡിക്ക്. അത്രയുമാണ് മറ്റേ ബോഡി ഗെയിൻ ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഈ ഇലക്ട്രോൺസ് എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ട് ചാർജിങ്, ഒരു ബോഡി മറ്റൊരു ബോഡിയെ ചാർജ് ചെയ്യുമ്പോൾ തന്നെ അതിന് സ്വാഭാവികമായിട്ട് എന്തോ ഉണ്ടാവുന്നുണ്ട്, അതിന് മാസും ചേഞ്ച് ആവുന്നുണ്ട്, അങ്ങനെ മാസ് ചേഞ്ച് ആവുന്നതുകൊണ്ട് തന്നെ ചേഞ്ച് ഓഫ് മാസും ഈ ഒരു കാര്യത്തിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഘടകമാണ്. ചാർജിങ്ങിൽ ചേഞ്ച് ഓഫ് മാസും ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഘടകമാണ്. ഇപ്പൊ നമ്മൾ ഓൾറെഡി എന്താ പറയുന്നത്, രണ്ട് ബോഡീസ് റബ്ബ് ചെയ്യുമ്പോൾ ഫ്രിക്ഷനിൽ വരുമ്പോൾ ഫ്രിക്ഷണൽ ചാർജിങ്ങിലൂടെ ഒരു ബോഡി ചാർജ് ഗെയിൻ ചെയ്യുകയും മറ്റൊരു ബോഡി ചാർജ് ലോസ് ചെയ്യുകയും ചെയ്യും. ചാർജ് മാത്രമല്ല, ഇവിടെ മാസ് എക്സ്ചേഞ്ച് ആക്ച്വലി നടക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഈ ഒരു ഡെയിലി ലൈഫിൽ എടുക്കാം, മറ്റൊരു എക്സാമ്പിൾ എടുക്കാം. നമ്മുടെ ക്ലൗഡ്സ്, നമ്മുടെ മേഘങ്ങൾ രണ്ടും കൂട്ടിമുട്ടാണ്. ഏതെങ്കിലും രണ്ട് മേഘങ്ങൾ കൂട്ടിമുട്ടുന്ന അല്ലെങ്കിൽ റബ്ബ് ചെയ്യുന്ന സമയത്ത് അവയ്ക്കിടയിൽ എന്തോ സംഭവിക്കുന്നുണ്ട്, ചാർജ് എക്സ്ചേഞ്ച് നടക്കുന്നുണ്ട്. അതായത് ഒരു ക്ലൗഡ് മറ്റൊരു ക്ലൗഡിലേക്ക് ഇലക്ട്രോൺസ് കൊടുക്കുകയും അല്ലെങ്കിൽ ഒരു ക്ലൗഡ് മറ്റേ ക്ലൗഡിൽ നിന്ന് ഇലക്ട്രോൺസ് ഗെയിൻ ചെയ്യുകയും ചെയ്യുമ്പോൾ ഗെയിൻ ചെയ്യുന്ന ക്ലൗഡ് നെഗറ്റീവ് ചാർജും മറ്റേത് പോസിറ്റീവ് ചാർജ് ആവുകയും ചെയ്യും. ആ ഗെയിൻ ചെയ്ത, അതായത് ഒരു ക്ലൗഡിൽ പോസിറ്റീവ് ചാർജ് ഗെയിൻ ആയിട്ടുണ്ടെങ്കിൽ അതിന് തന്നെ ചാർജിന് ഒരു ക്ലൗഡ് പോസിറ്റീവ് ചാർജ് ഒരു ക്ലൗഡ് നെഗറ്റീവ് ചാർജ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്യും. രണ്ട് ക്ലൗഡ്സിന് ചാർജ് എക്സ്ചേഞ്ച് ഉണ്ടാവും. ഈ ഒരു ചാർജ് ഭൂമിയുമായിട്ടും ഇത് എക്സ്ചേഞ്ച് നടക്കുന്ന സമയത്താണ് നമ്മൾ ഈ ലൈറ്റ്നിങ് ഒക്കെ കാണുന്നത്. ഈ ഒരു ചാർജിന്റെ എക്സ്ചേഞ്ച് ആണ്, ഈ ഒരു ഇലക്ട്രിക് കറണ്ടിന്റെ എക്സ്ചേഞ്ച് ആണ് ആക്ച്വലി, അതായത് ക്ലൗഡ്സിൽ നിന്നും ക്ലൗഡ്സിലേക്ക് ചാർജ് എക്സ്ചേഞ്ച് ചെയ്യാം.
ക്ലൗഡ്സിൽ നിന്ന് നമ്മുടെ എർത്തിലേക്കും ഈ ചാർജുകൾ എക്സ്ചേഞ്ച് ചെയ്യാം. ഇതെല്ലാം ഫ്രിക്ഷണൽ ചാർജിങ്ങിന്റെ ഫലമായിട്ട് ഉണ്ടാകുന്നതാണ്. ഇങ്ങനെയാണ് നമ്മൾ ആക്ച്വലി ലൈറ്റിംഗ് ഒക്കെ പോസിബിൾ ആവുന്നത്. അപ്പൊ ഇലക്ട്രോസ്റ്റാറ്റിക്സിന്റെ മറ്റൊരു എക്സാമ്പിൾ നമ്മൾ ഡ്രൈ ഹെയറും കോമ്പും പറഞ്ഞ പോലെ തന്നെ മറ്റൊരു ഡെയിലി ലൈഫ് എക്സാമ്പിൾ ആണ് ആക്ച്വലി എന്തുവാ, രണ്ട് ക്ലൗഡ്സിനിടയ്ക്ക് ഉണ്ടാകുന്ന ചാർജ് എക്സ്ചേഞ്ചും അതുമൂലം നമ്മുടെ എർത്തിലേക്ക് ഉണ്ടാകുന്ന ഈ ഒരു ലൈറ്റ്നിങ്ങിന്റെ ഫിനോമിനും എല്ലാം ഇതിന്റെ ഫലമായിട്ട് ഉണ്ടാകുന്നതാണ്. അപ്പൊ നമ്മൾ എന്താ പറയുന്നത്, ചാർജിങ് ഉണ്ടാവും, അതായത് രണ്ട് ബോഡി ഫ്രിക്ഷണൽ ചാർജിങ് ഉണ്ടാകുമ്പോൾ അതിനകത്തോട്ട് സ്റ്റാറ്റിക് ചാർജസ് ഡെവലപ്പ് ആവും. സ്റ്റാറ്റിക് ചാർജസ് ഡെവലപ്പ് ആവുന്നതും അതുപോലെ തന്നെ അവിടെ മാസ് എക്സ്ചേഞ്ചും ഉണ്ടാവും. ഇത്രയാണ് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ മെത്തേഡ് ഓഫ് ചാർജിങ്ങിലോ അതിന്റെ ഫലമായിട്ടുള്ള കാര്യങ്ങളിലും ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ അടുത്ത ഒരു സെക്ഷൻ എന്ന് പറയുന്നത് കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റേഴ്സ്. ഇത് രണ്ടും എന്താണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചാർജ് ചെയ്ത ഇലക്ട്രോൺസിന്, അതായത് കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു കണ്ടക്ടർ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ആ ഒരു ചാർജ് ഒരു പൊസിഷനിൽ നിന്നും മറ്റൊരു പൊസിഷനിലേക്ക് മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു പൊസിഷനിൽ നിന്നും മറ്റൊരു പൊസിഷൻ, അതായത് ആ ബോഡിയുടെ എല്ലാ ഭാഗത്തേക്കും അത് മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള ബോഡീസിനെ, ഒരു ചാർജിനെ അല്ലെങ്കിൽ ചാർജിനെ ഒരു പൊസിഷനിൽ നിന്നും മറ്റൊരു പൊസിഷനിലേക്ക് മൂവ് ചെയ്യിക്കുന്ന ബോഡീസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, കണ്ടക്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. എന്നാൽ ഇൻസുലേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു സൈഡിൽ അതിന് കിട്ടിയ ചാർജിനെ അതൊരിക്കലും മറ്റൊരു സൈഡിലേക്ക് മൂവ് ചെയ്യിക്കില്ല. അങ്ങനെയുള്ള ബോഡീസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഇൻസുലേറ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇനി രണ്ടാമത്തെ ഇമ്പോർട്ടന്റ് ആയിട്ട് എക്സാമുകൾക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, കണ്ടക്ടേഴ്സിനെ ഒരിക്കലും റബ്ബിങ്ങിലൂടെ ചാർജ് ചെയ്യാൻ പറ്റത്തില്ല. എന്താണ് എക്സാമുകൾക്ക് കൂടുതൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, കണ്ടക്ടേഴ്സിനെ ഒരിക്കലും റബ്ബിങ്ങിലൂടെ ചാർജ് ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് കണ്ടക്ടേഴ്സിനെ റബ്ബിങ്ങിലൂടെ ചാർജ് ചെയ്യാൻ പറ്റത്തത്? റബ്ബിങ്ങിലൂടെ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ, റബ്ബിങ്ങിലൂടെ നമുക്കറിയാം രണ്ട് ബോഡീസ് റബ്ബിങ്ങിലൂടെ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബോഡി ഇലക്ട്രോൺ ഗെയിൻ ചെയ്യും, മറ്റൊരു ബോഡിക്ക് ഇലക്ട്രോൺ ലോസ് ആവും. അപ്പൊ ഇവിടെ കണ്ടക്ടർ ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുന്ന ബോഡി ആയാലും ഇലക്ട്രോൺ ലോസ് ചെയ്യുന്ന ബോഡി ആയാലും ഇവിടെ ഒരു ചാർജ് ഉണ്ടാവും. അത് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും അവിടെ ഒരു ചാർജ് ഉണ്ടാവും. ഈ ചാർജിനെ ഒരിക്കലും ഈ കണ്ടക്ടർ ഈ ഒരു പൊസിഷനിൽ തന്നെ പിടിച്ചു നിർത്തത്തില്ല. പകരം ഈ ചാർജിനെ ഈ ഒരു ബോഡിയുടെ എല്ലാ പൊസിഷനിലേക്കും ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അതിന്റെ ഫലമായിട്ട് ഇത് ചാർജ് ആവില്ല, എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കളയും. അപ്പോഴത്തേനും കണ്ടക്ടേഴ്സ് എന്താ ചെയ്യത്തില്ല, ഒരിക്കലും ചാർജ് ആവില്ല. അപ്പൊ റബ്ബിങ്ങിലൂടെ, നമ്മുടെ ഫ്രിക്ഷണൽ മെത്തേഡിലൂടെ ഒരിക്കലും എന്താ ചെയ്യാൻ പറ്റത്തില്ല, നമ്മുടെ കണ്ടക്ടേഴ്സിനെ ചാർജ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ കണ്ടക്ടേഴ്സിനെ നമുക്ക് ചാർജ് ചെയ്യണമെങ്കിൽ അതിന് മറ്റ് രണ്ട് മെത്തേഡ്സ് ഉണ്ട്. ഏതൊക്കെയാണ് രണ്ട് മെത്തേഡ്സ്? കണ്ടക്ഷനും ഇൻഡക്ഷനും. എന്താണ് കണ്ടക്ഷനും ഇൻഡക്ഷനും? ഈ രണ്ട് മെത്തേഡ്സിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു കണ്ടക്ടേഴ്സിനെ ചാർജ് ചെയ്യുന്നത്. അപ്പൊ കണ്ടക്ടേഴ്സിനെ ചാർജ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന രണ്ട് മെത്തേഡ്സ് ആണ് കണ്ടക്ഷനും ഇൻഡക്ഷനും. അതിൽ കണ്ടക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും രണ്ട് ബോഡീസ് കോണ്ടാക്റ്റിൽ വരുമ്പോൾ അതിൽ ചാർജ് ഉള്ള ബോഡിയും ഒന്ന് ചാർജ് ഇല്ലാത്തൊരു ബോഡി ആയിരിക്കും. ഒന്ന് ചാർജ്ഡ് ബോഡിയും ഒന്ന് അൺചാർജ്ഡ് ബോഡിയും ആയിരിക്കും. അതിൽ ചാർജ് ഉള്ള ബോഡിയിലെ ചാർജ് അൺചാർജ്ഡ് ബോഡിയിലേക്ക് എക്സ്ചേഞ്ച് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഒരു ബോഡിയിൽ കുറെ ഇലക്ട്രോൺസ് എക്സ്ട്രാ ഉണ്ട്, ഒരു ബോഡിയിൽ ചാർജ്ലെസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോൺസ് ഈ ഒരു ബോഡിയിലേക്ക് ട്രാൻസ്മിറ്റ് ആവും. അപ്പൊ ഇലക്ട്രോൺസ് ലോസ് ആയ ബോഡി പോസിറ്റീവും ഇലക്ട്രോൺസ് ഗെയിൻ ചെയ്ത ബോഡി നെഗറ്റീവുമായി മാറിക്കൊണ്ടിരിക്കും. ഇത് രണ്ടും കോണ്ടാക്റ്റിൽ വരുമ്പോൾ അങ്ങനെ കോണ്ടാക്റ്റിലൂടെ ഈ ഒരു ചാർജ് എക്സ്ചേഞ്ച് നടക്കുകയാണെങ്കിൽ, ഇത് രണ്ടും കോണ്ടാക്റ്റിൽ വരുമ്പോൾ ഈ ഒരു ചാർജ് എക്സ്ചേഞ്ച് നടക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള ചാർജ് എക്സ്ചേഞ്ചിനെ അല്ലെങ്കിൽ ചാർജിങ്ങിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, കണ്ടക്ഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇൻഡക്ഷൻ എന്താണ്? ഇൻഡക്ഷനിലൂടെ എന്താണ് നമ്മൾ ചെയ്യുന്നത്? ഇൻഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം സിമിലർ ആണ്. രണ്ട് ബോഡീസ് ഇവിടെ കോണ്ടാക്റ്റിൽ ഇല്ല. പകരം നമ്മൾ രണ്ട് ബോഡീസിനടുത്തേക്കും അതും കോണ്ടാക്ട് ഇല്ലാത്ത മറ്റൊരു പോസിറ്റീവ് ചാർജിന്റെ ബോഡി കൊണ്ടുവരും. അപ്പൊ തന്നെ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചേ, ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് ബോഡി വരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ന്യൂട്രൽ ആണെങ്കിലും ഇതിനകത്ത് എന്തുണ്ട്, പോസിറ്റീവ് നെഗറ്റീവ് ചാർജസ് ഉണ്ട് അല്ലേ, അല്ലെങ്കിൽ ഇലക്ട്രോൺസ് ഉണ്ട്. പക്ഷെ അത് ന്യൂട്രൽ ആയിട്ടിരിക്കണം. അപ്പോഴത്തേനും ഇവിടുത്തെ നെഗറ്റീവ് ചാർജസ് എല്ലാം ഈ ഒരു ബോഡിയുടെ അടുത്തേക്ക് വരും. അപ്പൊ ഇതിന് തത്തുല്യമായി അല്ലെങ്കിൽ ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന പോസിറ്റീവ് ചാർജസ് മറ്റേ എൻഡിലേക്കും പോകും. അതായത് നമ്മളൊരു പോസിറ്റീവ് ചാർജ് ഉള്ള ബോഡിയെ ചാർജ് ഇല്ലാത്തൊരു ബോഡിയുടെ അടുത്തേക്ക് കൊണ്ടുവരിക. അപ്പൊ തന്നെ അവിടെ പോസിറ്റീവ് നെഗറ്റീവ് ഈക്വലി എവിടെയെങ്കിലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുകയായിരിക്കും. അതിൽ നെഗറ്റീവ് ചാർജസ് എല്ലാം ഈ ഒരു പോസിറ്റീവ് ചാർജിനടുത്തേക്കും, ഈ നെഗറ്റീവ് ചാർജസ് ഇങ്ങോട്ട് വരുന്നതിന്റെ ഫലമായിട്ട് പോസിറ്റീവ് ചാർജ് എല്ലാം അങ്ങോട്ട് പോകുന്നത് എന്തുകൊണ്ടാണ്, ഈ പോസിറ്റീവ് ചാർജ് അതിനെല്ലാം ഒപ്പോസിറ്റ് ചെയ്യും. നമ്മൾ ഓൾറെഡി പറഞ്ഞെന്താ, സെയിം ചാർജസ് ഒപ്പോസ് ചെയ്യും, ഓപ്പോസിറ്റ് ചാർജസ് അട്രാക്ട് ചെയ്യും. അപ്പൊ ഈ പോസിറ്റീവ് ചാർജുള്ള ബോഡി ഇതിനടുത്തേക്ക് വരുമ്പോൾ നെഗറ്റീവ് ചാർജസ് എല്ലാം ഈ ഒരു ബോഡിയുടെ അടുത്തേക്കും പോസിറ്റീവ് ചാർജസ് എല്ലാം ഈ ഒരു ബോഡിയുടെ അകലേക്കും എവേ പോകാൻ തുടങ്ങും. അതിന്റെ ഫലമായിട്ട് ഇവിടെ പോസിറ്റീവ് ചാർജ് ആയി. ഇവിടെ പോസിറ്റീവ് ചാർജ് ആയതിന്റെ ഫലമായിട്ട് സിമിലർ പ്രോസസ്സ് നടന്നിട്ട് ഈ ഒരു ബോഡിയിലും നെഗറ്റീവ് ചാർജസ് ഡെവലപ്പ് ചെയ്യുകയും പോസിറ്റീവ് ചാർജസ് എവേ ആയിട്ട് മൂവ് ചെയ്യുകയും ചെയ്യും. ഇങ്ങനെ ഏത് ബോഡിയിൽ അടുത്ത് വെച്ചാലും ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ രണ്ട് ബോഡീസ് തമ്മിൽ കോണ്ടാക്ട് ഇല്ലാതെ തന്നെ
എന്തോ ചെയ്യാൻ പറ്റി, രണ്ട് ബോഡീസിനെ സെപ്പറേറ്റ് ചാർജസ് ആക്കാൻ പറ്റി. അതായത് ഈ ചാർജ് ഇല്ലാതിരുന്ന ഒരു ബോഡിയിൽ നമുക്ക് ചാർജ് കൊണ്ടുവരാൻ പറ്റി. അങ്ങനെ നമ്മൾ ചാർജ് ചെയ്യുന്നതിനെയാണ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ കണ്ടക്ഷൻ എന്തായിരുന്നു, രണ്ട് ബോഡീസ് കോണ്ടാക്റ്റിൽ വരുമ്പോൾ ഒരു ബോഡി അതിന്റെ ചാർജ് ഇലക്ട്രോൺസിനെ മറ്റൊരു ബോഡിയിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അതിന്റെ ഫലമായിട്ട് ആ ബോഡി ചാർജ് ആവും. അങ്ങനെ കോണ്ടാക്റ്റിലൂടെ ചാർജ് ചെയ്യുന്ന പ്രോസസ്സാണ് കണ്ടക്ഷൻ. കോണ്ടാക്ട് ഇല്ലാത്ത രണ്ട് ബോഡീസിനിടയ്ക്ക് നടക്കുന്ന ചാർജിങ് ആണ് എന്ത്, ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. അതിനൊപ്പം നമ്മൾ കണ്ടക്ടേഴ്സിന്റെ ചാർജിങ് രണ്ട് മെത്തേഡ്സ് പറഞ്ഞ് ഏതൊക്കെയാണ്, കണ്ടക്ഷനും ഇൻഡക്ഷനും. ഇൻസുലേറ്റേഴ്സ് എങ്ങനെയാണ് ചാർജ് ചെയ്യുന്നത് അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഏതാണ്, റബ്ബിങ്ങിലൂടെയാണ്, ബൈ ഫ്രിക്ഷണൽ മെത്തേഡ്സിലൂടെയാണ് ഇൻസുലേറ്റേഴ്സ് ചാർജ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് കണ്ടക്ടേഴ്സ് ഫ്രിക്ഷനിലൂടെ റബ്ബിങ്ങിലൂടെ ചാർജ് ചെയ്യാൻ പറ്റാത്തതെന്നുള്ളതും നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരുപാട് എക്സാമ്പിളിൽ ചോദിച്ചിട്ടുള്ള രണ്ട് ചോദ്യങ്ങളാണ്. അതായത് സിമ്പിൾ ആയിട്ടുള്ള രണ്ട് ചോദ്യങ്ങളാണ്. ഒരുപാട് എക്സാമ്പിൾക്ക് ഈ രണ്ട് ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് റിപ്പൾഷൻ ഇസ് ദ ഷുവർ ടെസ്റ്റ് ഓഫ് ഇലക്ട്രിഫിക്കേഷൻ. അതായത് നമ്മൾ ഒരു ബോഡി ഇലക്ട്രിഫൈ ആയി അല്ലെങ്കിൽ ഇലക്ട്രിക് ചാർജ് ആയി എന്ന് എങ്ങനെ ഉറപ്പിക്കാൻ പറ്റും. അങ്ങനെ ഉറപ്പിക്കാൻ പറ്റുന്നതിന്റെ ഏറ്റവും നല്ല എക്സാമ്പിൾ എന്ന് പറയുന്നത് റിപ്പൾഷൻ ആണ്. റിപ്പൾഷൻ ഉപയോഗിച്ച് അല്ലെങ്കിൽ റിപ്പൾഷൻ എന്ന് പറയുന്ന ഫിനോമിനയിലൂടെ നമുക്ക് ഒരു ബോഡി ഇലക്ട്രിഫൈ ആയി നമുക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നമ്മൾ ജസ്റ്റിഫൈ ചെയ്യണം. അതായത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം എങ്ങനെയാണ് റിപ്പൾഷൻ മൂലം നമുക്കൊരു ബോഡി ഇലക്ട്രിഫൈ ആയി എന്ന് പറയാൻ പറ്റുന്നത്. ഇപ്പൊ നമ്മൾ അതിനു വേണ്ടി ജസ്റ്റ് നമ്മൾ എക്സാമ്പിൾ എടുക്കണം. അതായത് ആദ്യം അട്രാക്ഷന്റെ എക്സാമ്പിൾ എടുത്തുകൊണ്ട് നമ്മൾ റിപ്പൾഷനിലേക്ക് പോകണം. ഇപ്പൊ ഒരു ബോഡി പോസിറ്റീവ് ചാർജ് ഉള്ള ഒരു ബോഡി നമ്മൾ എടുക്കുകയാണ്. ഇപ്പൊ അതിനടുത്തേക്ക് നമ്മളൊരു അൺചാർജ്ഡ് ബോഡി, അതായത് ഒരു അൺചാർജ്ഡ് ബോഡി കൊണ്ടുവരുന്നു. അതിനടുത്തേക്ക് ഒരു നെഗറ്റീവ് ചാർജ് ഉള്ള ബോഡി കൊണ്ടുവരുന്നു. അതിനടുത്തേക്ക് ഒരു പോസിറ്റീവ് ചാർജ് ഉള്ള ബോഡി കൊണ്ടുവരുന്നു. ഈ മൂന്ന് ബോഡീസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ടെസ്റ്റ് ബോഡിയാണെന്ന് വെച്ചോ. ഇത് ടെസ്റ്റ് ബോഡി അല്ല, ഇത് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ബോഡി. അതായത് ഇത് പോസിറ്റീവ് ചാർജ് ആണെന്ന് നമുക്ക് 100% ഷുവർ ആണ്. ഇത് പോസിറ്റീവ് ചാർജ് ആണെന്ന് നമുക്ക് 100% ഷുവർ ആണ്. ഈ മൂന്ന് ബോഡീസിൽ നമ്മൾ ചാർജ് ചെയ്യാൻ നോക്കി. അതിൽ നിന്നും ഈ മൂന്ന് ബോഡീസും ചാർജ് ആയോ ഇല്ലയോ എന്നാണ് നമുക്ക് അറിയേണ്ടത്. എന്നാൽ ഈ ബോഡി പോസിറ്റീവ് ചാർജ് ആണ് എന്ന് നമുക്കറിയാം. ഈ മൂന്ന് ബോഡീസും ചാർജ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് ചാർജ് ആയോ ഇല്ലയോ എന്നൊന്നും നമുക്ക് അറിയത്തില്ല. ഇത് ഇലക്ട്രിഫൈ ആയി നമുക്ക് ഷുവർ ടെസ്റ്റ് ആക്കണം. അതിനുവേണ്ടി ആദ്യം ചാർജ് ആവാത്ത ഒരു ബോഡി, ചാർജ് ആയിട്ടില്ലയോ എന്ന് നമുക്ക് അറിയത്തില്ല, എന്നാലും ചാർജ് ആയിട്ടില്ല എന്ന് നമ്മൾ കൺസിഡർ ചെയ്യുക. ചാർജ് ആയിട്ടില്ല എന്ന് നമ്മൾ കൺസിഡർ ചെയ്തൊരു ബോഡി കൊണ്ടുവരിക. അങ്ങനെ കൊണ്ടുവന്നാൽ ഇതെന്ത് സംഭവിക്കും, ഇത് പോസിറ്റീവ് ആണ്, ഇവിടെ നെഗറ്റീവ് ക്രിയേറ്റ് ആവും, സ്വാഭാവികമായിട്ട് ഇവിടെ പോസിറ്റീവ് ക്രിയേറ്റ് ആവും. സ്വാഭാവികമായിട്ട് ഈ പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടായതിന്റെ ഫലമായിട്ട് ഇത് അട്രാക്ട് ചെയ്യും. ഇനി ഒരു ബോഡി, ഇത് അൺചാർജ്ഡ് ബോഡിയായിരുന്നു. ഇത് എന്തൊരു ബോഡിയായിരുന്നു, അൺചാർജ്ഡ് ബോഡിയായിരുന്നു. ഇതൊരു അൺചാർജ്ഡ് ബോഡിയായിരുന്നു, എന്നിട്ടും ഇത് അട്രാക്ട് ചെയ്തു. ഇനി ഒരു നെഗറ്റീവ് ചാർജ് ഉള്ള ബോഡി ഇതിനടുത്തേക്ക് കൊണ്ടുവരിക. ഇത് എന്ത് ചാർജ് ആണെന്നൊന്നും നമുക്ക് അറിയത്തില്ല, ചാർജ് ആയിട്ടുണ്ടോ ഒന്നും നമുക്ക് അറിയത്തില്ല. എന്നാലും നമ്മൾ കൺസിഡർ ചെയ്യുകയാണ് ഇതൊരു നെഗറ്റീവ് ചാർജ് ഉള്ള ബോഡിയാണ്, നെഗറ്റീവ് ചാർജ് ആയ ബോഡിയാണ്. ആ ബോഡി ഇതിനടുത്തേക്ക് കൊണ്ടുവന്നാലോ അപ്പോഴും പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജ് സ്വാഭാവികമായിട്ട് ഇതെന്ത് സംഭവിക്കും, അട്രാക്ട് ചെയ്യും. അപ്പോൾ ഒരു അൺചാർജ്ഡ് ബോഡി ആയാലും നെഗറ്റീവ്ലി ചാർജ്ഡ് ബോഡി ആയാലും ഇവിടെ എന്തോ ചെയ്തു, അട്രാക്ട് ചെയ്തു. അപ്പൊ നമുക്ക് ഇതൊരു അൺചാർജ്ഡ് ബോഡിയാണോ നെഗറ്റീവ് ചാർജ്ഡ് ബോഡിയാണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. അപ്പൊ ഒരു ബോഡി കൊണ്ടുവന്ന് പോസിറ്റീവ് ചാർജുള്ള ഒരു ബോഡിക്ക് അടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് അൺചാർജ്ഡ് ബോഡി ആണെങ്കിലും അത് അട്രാക്ട് ചെയ്യും, നെഗറ്റീവ് ചാർജുള്ള ഒരു ബോഡി ആണെങ്കിലും അത് അട്രാക്ട് ചെയ്യും. അപ്പൊ കൊണ്ടുവന്ന ബോഡി ഒരു അൺചാർജ്ഡ് ബോഡിയാണോ നെഗറ്റീവ് ചാർജുള്ള ബോഡിയാണോ എന്ന് നമുക്കൊരിക്കലും തിരിച്ചറിയാൻ പറ്റത്തില്ല. അതേസമയം നമ്മളൊരു പോസിറ്റീവ് ചാർജുള്ള ഒരു ബോഡി കൊണ്ടുവന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് പോസിറ്റീവ് ചാർജ് എന്തോ ചെയ്യും, റിപ്പൽ ചെയ്യും. സ്വാഭാവികമായിട്ട് പോസിറ്റീവ് ചാർജുള്ള ബോഡിയാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. അല്ലെങ്കിൽ പോസിറ്റീവ് ചാർജ് അല്ലെങ്കിൽ ഇതിന്റെ അതേ ചാർജുള്ള ഒരു ബോഡിയാണ്, ഇത് ചാർജ്ഡ് ആയ ഒരു ബോഡിയാണെന്നെങ്കിൽ നമുക്ക് എന്തോ ചെയ്യാൻ പറ്റും, ഉറപ്പിക്കാൻ പറ്റും. ഇത് പോസിറ്റീവ് ചാർജ് ആണ്, ഇത് പോസിറ്റീവ് ചാർജ് ആണ്, റിപ്പൽ ചെയ്യും. ഇത് നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ഇത് നെഗറ്റീവ് ചാർജ് ആണ്, റിപ്പൽ ചെയ്യും. ഇപ്പൊ റിപ്പൾഷനിലൂടെ ഉറപ്പായിട്ടും ഈ ബോഡി ഒരു ചാർജ് ഉള്ള ബോഡിയാണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. അപ്പൊ ഈ രണ്ട് ബോഡീസിന് എന്താ ഉറപ്പിക്കാൻ പറ്റാത്തത്, ഇത് അൺചാർജ്ഡ് ആയിട്ടും അട്രാക്ട് ചെയ്തു, നെഗറ്റീവ് ചാർജ് ആയിട്ടും അട്രാക്ട് ചെയ്തു. അപ്പൊ അട്രാക്ഷനിലൂടെ നമുക്ക് ഒരിക്കലും ഉറപ്പിക്കാൻ പറ്റത്തില്ല. റിപ്പൾഷനിലൂടെ നമുക്ക് ഇതൊരു ചാർജ്ഡ് ബോഡി ആണോ അല്ലയോ എന്ന് ഉറപ്പിക്കാൻ പറ്റും. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ക്യാൻ എ ബോഡി അട്രാക്ട് എ സിമിലർ ചാർജ്ഡ് ബോഡി ഇൻ എനി കേസ്. അതായത് ഇവിടെയൊക്കെ നമ്മൾ പറഞ്ഞു പോസിറ്റീവ് റിപ്പൽ ചെയ്യും, പോസിറ്റീവ് നെഗറ്റീവിനെ അട്രാക്ട് ചെയ്യും എന്ന് പറഞ്ഞു. അതായത് ഓപ്പോസിറ്റ് ചാർജസ് അട്രാക്ട് ചെയ്യും, സിമിലർ ചാർജസ് റിപ്പൽ ചെയ്യും. ഇനി ഏതെങ്കിലും കേസിൽ സിമിലർ ചാർജസ് അട്രാക്ട് ചെയ്യുമോ, അതായത് ഒരു പോസിറ്റീവ് ചാർജിനെ അട്രാക്ട് ചെയ്യുമോ, അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജ് ഒരു നെഗറ്റീവ് ചാർജിനെ അട്രാക്ട് ചെയ്യുമോ, ഇതാണ് ഒരു ചോദ്യം. അപ്പൊ ആക്ച്വലി ഇത്
നമ്മൾ ചിന്തിക്കുന്ന വയസ്സ് അത് പോസിറ്റീവ്, അതൊരു പോസിബിൾ ചാൻസ് അല്ല. എന്നാൽ അതിന് ഒരു പോസിബിലിറ്റി ഉണ്ട്. അതിന്റെ പോസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ചാർജ്, അതായത് നമ്മൾ കൊണ്ടുവരുന്ന 2 ചാർജസിൽ ഒരു ചാർജ് വളരെയധികം ഉയർന്ന ഒരു ചാർജാണ്. അത് വളരെയധികം ഉയർന്ന ഒരു ചാർജ്. അതിന്റെ ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ചാർജും ഇതിന്റെ രണ്ടാമത് നമ്മൾ കൊണ്ടുവരുന്ന ബോഡിയുടെ ചാർജ് വളരെ കുഞ്ഞൊരു അല്ലെങ്കിൽ വളരെ ചെറിയൊരു ചാർജും ആണെന്നുണ്ടെങ്കിൽ, വളരെ ചെറിയൊരു ചാർജാണ് ഇതെന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു ചാർജാണ്. അങ്ങനെയാണെങ്കിൽ വലിയ ചാർജുള്ള ബോഡി നമ്മുടെ അതേ ചാർജുള്ള ചെറിയ ചാർജുള്ള ബോഡിയിലേക്ക് അതിന്റെ ഓപ്പോസിറ്റ് ചാർജിനെ ഇൻഡ്യൂസ് ചെയ്യിക്കും. അതായത് ഇൻഡ്യൂസ് ഓപ്പോസിറ്റ് ചാർജ് ടു ദ അതർ ബോഡി. അതായത് ഹയർ ചാർജുള്ള ബോഡി ലോവർ ചാർജുള്ള ബോഡിയിലേക്ക് ഇതിന്റെ അതായത് അതിലുള്ള ഏത് ചാർജാണോ അതിന്റെ ഓപ്പോസിറ്റ് ചാർജിനെ എന്ത് വയ്ക്കും, ഇൻഡ്യൂസ് ചെയ്യിച്ചുകൊണ്ട് അത് അട്രാക്ട് ചെയ്യും. അതായത് 2 ബോഡീസിന്റെ ചാർജിന് വളരെ വലിയൊരു ഡിഫറൻസ് ഉണ്ടെങ്കിൽ അത് ഓപ്പോസിറ്റ് ചാർജസ് ആയാലും അട്രാക്ട് ചെയ്യും. അതിന് സിമിലർ നെഗറ്റീവിന്റെ കേസിലും അങ്ങനെ തന്നെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓപ്പോസിറ്റ് ചാർജ് ഇൻഡ്യൂസ് ചെയ്യിക്കുന്നതിന്റെ ഫലമായിട്ടാണ് ആക്ച്വലി അത് അട്രാക്ട് ചെയ്യുന്നത്. എന്നാലും കൊണ്ടുവന്നപ്പോൾ സിമിലർ ചാർജസ് ഉള്ള ബോഡി ആയിരുന്നു, എന്നിട്ടും അത് അട്രാക്ട് ചെയ്തു. അതാണ് ഈ ഒരു ചോദ്യത്തിന്റെ പ്രത്യേകത. സിമിലർ ചാർജുള്ള ബോഡി ആയാലും അട്രാക്ട് ചെയ്യുമോ? ഇതൊരു വളരെ ചെറിയൊരു പോസിബിലിറ്റിയാണ്. ഒരു ചാർജ് വളരെ വലുതും ഒരു ചാർജ് വളരെ ചെറുതുമാണെന്നുണ്ടെങ്കിൽ വലിയ ചാർജുള്ള ബോഡി ചെറിയ ചാർജുള്ള ബോഡിയിലേക്ക് അതിന്റെ ഓപ്പോസിറ്റ് ചാർജിനെ ഇൻഡ്യൂസ് ചെയ്യിക്കും. അതായത് ഇവിടെ പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവിനെ ഇൻഡ്യൂസ് ചെയ്യിച്ചുകൊണ്ട് അതിനെ അട്രാക്ട് ചെയ്തെടുക്കും. അതാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരവായിട്ട് വരുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താ പറയുക, ഇലക്ട്രോസ്റ്റാറ്റിക്സിന്റെ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു. എങ്ങനെയാണ് ഒരു ബോഡി ചാർജ് ചെയ്യുന്നതെന്ന് പറഞ്ഞു, ചാർജ് ചെയ്ത ബോഡിയുടെ പ്രത്യേകതകൾ പറഞ്ഞു, നമ്മുടെ ഡെയിലി ലൈഫിൽ 1-2 ഇൻസിഡൻസിനെ പറ്റി അതുമായിട്ട് കമ്പയർ ചെയ്ത് പറഞ്ഞു. അതുപോലെ തന്നെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള 1-2 ചോദ്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പൊ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ഒരു യൂട്യൂബ് വീഡിയോയുടെ താഴെ തന്നെ നിങ്ങൾ കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് മെസ്സേജ് ചെയ്യുക. തീർച്ചയായും ഇതിന്റെ ഉത്തരം നിങ്ങൾക്ക് ഷോർട്ട് വീഡിയോസ് ആയിട്ട് അയച്ചു തരുന്നതായിരിക്കും. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടോപ്പിക്കിന്റെ നോട്ട്സ് എത്രയും വേഗം തന്നെ നിങ്ങളിലേക്ക് ഞങ്ങൾ എത്തിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു ചാപ്റ്റർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫസ്റ്റ് ചാപ്റ്റർ ആണ്. നിങ്ങൾ +2 ബേസിലേക്ക് +2 ലൈഫിലേക്ക് കടക്കുമ്പോൾ ഉള്ള ഫസ്റ്റ് ചാപ്റ്റർ ആണ്. അപ്പൊ ഇത് നല്ല ശ്രദ്ധിച്ച് പഠിച്ചു പോകണം. കാരണം ഇനിയുള്ള 2 ചാപ്റ്റേഴ്സും ഇതിന്റെ റിലേറ്റഡ് ആണ്. 1, 2, 3 ചാപ്റ്റേഴ്സും റിലേറ്റഡ് ആണ്. അപ്പോൾ പാരന്റ്സ് തീർച്ചയായും കുട്ടികൾ ഇത് ശ്രദ്ധിച്ച് പഠിക്കുന്നുണ്ടോന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു.